ഒരുക്കങ്ങളൊക്കെ പൂർത്തിയാക്കിയിരിക്കുകയാണ് പത്തനംതിട്ടയിലെ മുന്നണികൾ. വരും ദിവസങ്ങളിൽ 3 മുന്നണികളുടെയും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും. സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാകുന്നതിന് മുൻപ് തന്നെ വിജയപ്രതീക്ഷയിലാണ് ഇടത് വലതു മുന്നണികളും ഒപ്പം BJP. കഴിഞ്ഞ തദ്ദേശ തിരഞ്ഞെടുപ്പിലെ തിളക്കമാർന്ന വിജയമാണ് LDFന് പ്രതീക്ഷ നൽകുന്നത്. പത്തനംതിട്ടയിലെ 53 പഞ്ചായത്തുകളിൽ 37 എണ്ണവും LDFനൊപ്പമാണ്. ജില്ലാ പഞ്ചായത്തിലും നഗരസഭയിലും ബ്ലോക്ക് പഞ്ചായത്തിലും നില മെച്ചപ്പെടുത്താൻ LDFന് കഴിഞ്ഞു. ജില്ലയിലെ 5 നിയമസഭാ മണ്ഡലങ്ങളും LDFനൊപ്പമാണ്. സർക്കാരിന്റെ ഭരണനേട്ടവും വികസന പ്രവർത്തനങ്ങളും തെരഞ്ഞെടുപ്പിൽ അനുകൂലമാകുമെന്നാണ് LDFന്റെ പ്രതീക്ഷ. LDF പൂർണ്ണ വിശ്വാസത്തോടെയാണ്, ആത്മവിശ്വാസത്തോടെയാണ് തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നത്. കഴിഞ്ഞ തവണ റെക്കോർഡ് വിജയം പത്തനംതിട്ട ജില്ലയിലുണ്ടായി. ജില്ലാ പഞ്ചായത്തും മുനിസിപ്പാലിറ്റിയിലും അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്തിലും ഗ്രാമപഞ്ചായത്തിലും ആ വിജയം ആവർത്തിക്കും. അതിൻ്റെ എണ്ണം കൂട്ടാനാണ് ഞങ്ങൾ നോക്കുന്നത്. കാരണം ബ്ലോക്ക് പഞ്ചായത്ത് ഒരു സമയത്ത് എല്ലായിടത്തും ഉണ്ടായി, കാലുമാറ്റം മൂലം ഒരു ബ്ലോക്ക് പഞ്ചായത്ത് പോയി. മുനിസിപ്പാലിറ്റിയും ഇതേപോലെ തന്നെ 3 മുനിസിപ്പാലിറ്റി ഉണ്ടായിരുന്നു. ഒരു മുനിസിപ്പാലിറ്റിയാണ് BJPക്ക്. അത് ഞങ്ങൾ തിരിച്ചു പിടിക്കും. ജില്ലാ പഞ്ചായത്തിലും 12 എന്നുള്ളതിൻ്റെ എണ്ണം ഒരെണ്ണമെങ്കിലും വർദ്ധിപ്പിക്കാൻ പറ്റുമോ എന്നാണ്. ജില്ലയിലെ ഒരു നഗരസഭയും 2 ബ്ലോക്ക് പഞ്ചായത്തും 13 പഞ്ചായത്തുകളുമാണ് UDFനൊപ്പമുള്ളത്. സ്ഥാനാർത്ഥി നിർണയത്തിലെ അപാകതയും ഘടകകക്ഷികളെ ഒറ്റക്കെട്ടായി നിർത്താൻ കഴിയാത്തതുമായിരുന്നു കഴിഞ്ഞ തിരഞ്ഞെടുപ്പിലെ പരാജയ കാരണം. ഇത്തവണ ഇത് പരിഹരിച്ച് നേട്ടമുണ്ടാക്കാനുള്ള ശ്രമത്തിലാണ് UDF. സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങളും സ്വർണ്ണക്കവർച്ച വിഷയങ്ങളും തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്ന് UDF നേതൃത്വം പറയുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ തെരഞ്ഞെടുപ്പിൽ ജില്ലയിൽ UDFന്റെ നഷ്ടപ്പെട്ടു പോയ പ്രതാപം വീണ്ടെടുക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നേരത്തെ തന്നെ ആരംഭിച്ചിരുന്നു. ജില്ലയിലെ 960ഓളം വാർഡുകളിൽ വാർഡ് കോൺഗ്രസ് കമ്മിറ്റി 920 വാർഡ് കമ്മിറ്റിയായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. പിന്നീട് വാർഡുകളുടെ എണ്ണം കൂടിയപ്പോൾ അത് 968ഓളം വാർഡുകളാണ് വന്നിരിക്കുന്നത്. അവിടെ വാർഡ് കോൺഗ്രസ് കമ്മിറ്റി നേരത്തെ തന്നെ രൂപീകരിച്ച് പുതിയതായിട്ട് വന്ന വാർഡ് കമ്മിറ്റികളുടെ രൂപീകരണവും അടുത്ത കാലത്ത് തന്നെ നടത്തി. അവർക്കെല്ലാം വാർഡ് പ്രസിഡന്റുമാർക്കെല്ലാം ഐഡന്റിറ്റി കാർഡ് കൊടുത്തുകൊണ്ട് ചിട്ടയായ പ്രവർത്തനം നടത്തിയതിന്റെ അടിസ്ഥാനത്തിൽ ഭിന്നബിലിറ്റി മാത്രം മാനദണ്ഡമാക്കിക്കൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. 3 പഞ്ചായത്തുകളിലും പന്തളം നഗരസഭയിലും ഭരണം നേടാൻ കഴിഞ്ഞതാണ് NDA മുന്നണിയുടെ പ്രതീക്ഷ. ചില പഞ്ചായത്തുകളിൽ 2-ലധികം സീറ്റുകൾ നേടാനും BJPക്ക് കഴിഞ്ഞതും നേട്ടമായി കരുതപ്പെടുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 25% വോട്ടുകൾ ജില്ലയിൽ ലഭിച്ചതും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്നാണ് പ്രതീക്ഷ. ന്യൂസ് 18 പത്തനംതിട്ട.